അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളില്ലേ ഇന്ന് നമ്മൾ വന്നിറക്കുന്നത് രാവിലെ ഇപ്പോൾ സമയത്തെന്ന് അറിയാം. സംഭവം 6:37 പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 6 മണിക്കായിരുന്നു. 6 മണിക്ക് നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ രാവിലെ ആക്കി പ്രാക്ടീസ്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരും കാണുമ്പോൾ ഒരു കോലക്കേട് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ആശാൻ്റെ ജിമ്മിലാണ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രാക്ടീസ് നടക്കുക. രാവിലെ 6 മണിക്ക് തുടങ്ങി വിളിക്കല കേട്ടോ വിഷ്ണുവിനെ. വിഷ്ണു ശിവയൊക്കെ നല്ല ചാമ്പില്ല, ക്യാമറ പിടിച്ചവിടെ നിൽക്കണ്ടെന്നുള്ളൂ. പക്ഷേ രാവിലെ തുടങ്ങി വിളിക്കലതാ. നേഹലാണ് ആകെ വിളിച്ച വഴി ഫോൺ എടുത്ത് ചെക്കൻ വിളിച്ചപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതെ അതെ, ഞാൻ അവിടെ പോയിരിക്കണം. ശരിക്കും ഞാൻ അവിടെ ഇരിക്കേണ്ട ആളാണ്. അതെ, സബ് വിളിച്ച വഴി എടുത്തു. പക്ഷേ എടുത്തിട്ട് അങ്ങനെ കടന്നുറങ്ങി. എടുത്തു എന്നിട്ട് തിരിഞ്ഞു കിടന്നു. നമ്മള് നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു വലിയ വ്ലോഗ് തന്നെ വരുന്നുണ്ട് കേട്ടോ ഒന്നത്തെ. അപ്പം നമ്മളിനി ബാക്കി പ്രാക്ടീസിന് എന്തൊക്കെ സംഭവങ്ങളൊന്ന് കാണാൻ ഓഫാക്കണ്ടവാ. എന്റെ കൈ ഇങ്ങനെ ആശാന്റെ അവിടെ എത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓഫായി തെറിയും കേൾക്കാം. അതെ അതെ, ആശപ്പാവാട്ടോ എന്തൊക്കെ പറഞ്ഞാലും. ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് പറയുന്നവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കും. സബിനേട്ടന് ആ കിറ്റോട് കൂടി കൊടുക്കുന്നു. നമ്മുടെ പാട്ട് കേൾക്കില്ല അവിടെ. പിന്നെ ആ അടുത്തോണ്ട് നമ്മുടെ ടീംസ് ഉണ്ട്, അവിടെ തിരിയും. നമ്മള് പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകമുള്ള ദിവസം കൂടിയാണ്. എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് എന്നുള്ള രീതിക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇത് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ ഫുള്ള് കാണാം. വാ സാറേ നമ്മളവിടെ എത്തിയിട്ട് നമ്മുടെ. അപ്പോൾ ഗൈസ് നമ്മളില്ലേ ഇത്ര ദിവസം കാണാത്ത ഒരാൾ നമ്മുടെ ഇതിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു വ്ളോഗുകളില്ലല്ലോ. ഫസ്റ്റ് വ്ളോഗ്. മറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും മറിയില്ലടാ. അപ്പല്ലേ ഞങ്ങളിതാ ബാക്കിൽ മാമ ഓരോന്നും പറയുന്നുണ്ട്. സബി മാമൻ, മാമാ സബി മാമാ. ഉണ്ണി വാവാ പൊന്നുണ്ണി വാവാ. അതാ ഇനി ഇവരുടെ കുറച്ച് കാണാം. ഇതിനെ പറ്റി പാട്ടുണ്ട് കേട്ടോ. ഏതറിയോ? ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. പ്രേക്ഷകരെ നമ്മൾ കുറെ സംഭവങ്ങളായിട്ട് വരും കേട്ടോ. എന്തൊക്കെ സംഭവങ്ങളായിട്ട് വരും. അതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ ലവാണോ? It is
കിഷോറിന് നമ്മുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങണത്? നമ്മള് കേക്ക് വാങ്ങുന്നുണ്ട്, പോപ്പർ വാങ്ങുന്നുണ്ട്, പിന്നെ നമ്മൾ ഒരു പിക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്ക് പോയോക്കാം. അപ്പോൾ ക്യാമ്പിലേക്ക് എത്തി. നമ്മൾ ഇവിടുന്ന് പോപ്പറും കേക്കും വാങ്ങണം. ഇവിടുന്ന് വാങ്ങണേ കേക്ക്? കേക്ക് ഇവിടുന്ന് വാങ്ങണം. ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവും എന്ന് വിചാരിക്കണു. അല്ലെങ്കിൽ നമ്മൾ മറ്റേ കേക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ പോലെ. കേക്ക് കടയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നമ്മൾ പോപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് KM വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാണിയംകുളത്തെ KM ഹൈപ്പർ മാർക്കറ്റ്. സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ ലിഫ്റ്റിലാണ് പോകുള്ളൂ. സ്റ്റെപ്പ് കയറാനുള്ള ജീവനില്ല. തുറക്കൂ വേഗം നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മള് ലിഫ്റ്റിലാണ് പോകുന്നത്. സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് സ്ട്രീറ്റ് ഡാൻസേഴ്സ് ആണല്ലോ, അപ്പം ലിഫ്റ്റിലാണ് പോവുള്ളൂ. സ്ട്രീറ്റ് ഡാൻസേഴ്സ് ആയതുകൊണ്ടല്ല, നമുക്ക് നടക്കാൻ വയ്യ. മനുഷ്യൻ ചത്ത്. ആ കുളപ്പുള്ളി റോട്ടിൽ കൂടെ ഒന്ന് പോയോക്ക്. അതെ, ഞങ്ങൾ കുളപ്പള്ളി റോട്ടിൽ കൂടെ വെയിലും കൊണ്ട് അല്ലമീ കോളേജിലേക്ക് പോയേക്കാണ്. ഗൈസ്, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് 4 ഫ്ലോർ കയറാനുള്ള ടൈമായി ഇതുവരെ. അതിന് ഒന്ന് ഞെക്കിയാലേ പോവുള്ളേ. ഗൈസ്, നമ്മൾ നേഹലിന്റെ ബുദ്ധി വിമാനമായതുകൊണ്ട്, അയ്യോ, നേഹലിന്റെ ബുദ്ധി വിമാനമായതുകൊണ്ട് അവൻ ലിഫ്റ്റ് കയറിയിട്ട് ഫ്ലോർ നമ്പർ അമർത്താണ്ട് നിൽക്കുക. എന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ നിന്നിട്ട് കഥ പറയുക. ഇതാണ് നേഹൽ. നീ എന്താ പഠിക്കുന്നത്? ഞാൻ ഡിപ്ലോമ. ആ, ഇവിടെ കൊല്ലാണല്ലോ. ഈ ചെക്കങ്ങളെ പോയി. എത്രയാണ്? 55 ഒന്നിനാ? വലുതിന് എത്ര? ചെറുതില്ല. എന്നിട്ട് വാങ്ങാം. ചെറുത് എത്ര? 40. ചെറുത് 2. നമ്മൾ പോപ്പർ വാങ്ങിയിരിക്കുകയാണ്. ഇന്ന് പടക്കം പൊട്ടിക്കൽ തന്നെ കിഷോറിൻ്റെ വീട്ടിൽ. നമ്മളിപ്പോൾ പോപ്പർ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് വാങ്ങാൻ പോകണം. കേക്ക് കട ഇവിടെ വാണിയംകുളത്ത്. എന്താ കേക്ക് കടയുടെ പേര്? നല്ലൊരു കേക്ക് കടയാണ്. അപ്പോൾ അവിടെ നമ്മൾ കേക്ക് വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കേക്ക് കടയിൽ എത്തിയിട്ട് അതിന് മാവേലിയുണ്ട്, KM എല്ലാവരും ഓണായിട്ട് മാവേലിനെ മേടിക്കണം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് KMുമായി ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഇനി ബില്ല് പേ ചെയ്തിട്ട് കേക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ പോപ്പറൊക്കെ വാങ്ങി നമ്മൾ കേക്ക് കടയിലേക്ക് പോവുകയാണ്. ചെക്കന് ലിഫ്റ്റ് തുറക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. ഇനി നമ്മൾ നേരത്തെ പോലെ ലിഫ്റ്റിൽ കയറി. നേരത്തെ 1 നീക്കി, ഇപ്പൊ 0 നിൽക്കണം. ഇതൊക്കെ എന്തിനാണോ? തീ പിടിച്ച ഒന്ന് അമർത്തല്ലേ? ഫാനൊക്കെ ഉണ്ടോ? ഫാനൊക്കെ കിട്ടോ? നമ്മൾ തൃശ്ശൂര് ഇതേപോലെ ബിഗ് ബസാറിൽ പോയിട്ട് 0 നോക്കി. അതിന് ഫസ്റ്റ് ഫ്ലോർ ഇതാണ്. 0 നോക്കി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാ. അടിയിൽ പോയി ഇറങ്ങി ഞങ്ങൾ വിചാരിച്ചു അവിടെ ഫുള്ള് മറ്റേ സ്റ്റോറ് ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നു. മറ്റേ ധാരാവിയിലെത്തിയ പോലെ
ഗുണ്ടകളുടെ സ്ഥലം പോലെ. അപ്പോൾ ഇനി കേക്ക് വാങ്ങാൻ പോയല്ലേ? പിന്നെ നമുക്ക് കേക്ക് കടയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കേക്കിൽ എന്ത് പേര് എഴുതണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് മാത്രമാണ് എഴുതിയത്. നമ്മുടെ എല്ലാവരുടെ അമ്മ ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് എഴുതിയത്. വേറെ പേരൊക്കെ നമ്മൾ കുറേ സജഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്ത് എഴുതണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ എഴുതി. അപ്പോൾ നമ്മൾ വാങ്ങിയ കേക്ക് ഏതാ? റെഡ് വെൽവെറ്റോ? റെഡ് വെൽവെറ്റ്. ഇവിടെ കുറേ കേക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ റെഡ് വെൽവെറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഇനി കേക്ക് വാങ്ങിയിട്ട് നമുക്കിനി അവരുടെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് കൊടുക്കാം. ഇനി വിഷ്ണു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കൻ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അവൻ കോളേജിൽ പോയിരിക്കുകയാണ്. അപ്പം നമുക്കിനി വിഷ്ണു കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഗൈസ് നമ്മളപ്പോൾ ഇതാ ചാച്ചുവിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ കുഞ്ഞൻ്റെ, അതായത് കിഷോറേട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. കിഷോർ കിച്ചു ഒഫീഷ്യലിൻ്റെ നമ്മുടെ ഞങ്ങൾ മൂന്നാമത്തെ തട്ടാണെന്ന് പറയുന്നത്. ഗൈസ് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വരച്ചത് കേട്ടോ. നമ്മുടെ സബിൻ വരച്ചാട്ടോ, നമ്മുടെ സബിൻദാസ് വരച്ചാണ്. നമ്മുടെ സബിൻദാസ് വരച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങളെ ആ ചെക്കനെ കാണിച്ചു പാവം, അത് കുറേ നേരമായി കണ്ണടയൊക്കെ ഇട്ടിട്ട് കട്ടിട്ടോ കട്ടിയാ. ഇല്ലില്ല. അപ്പോൾ ഇവർ 3 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ എപ്പോഴാണ് അറിയണത്. അപ്പോൾ അമ്മായിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതേപോലത്തുള്ളതൊക്കെ കണ്ടോ, ഇതാ ഇതേപോലത്തുള്ള എന്താ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഇൻസ്റ്റാഡിയാണ് സബിൻദാസ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ടുള്ള അമ്മമാർക്കോ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് അവർക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ചാരിക്കണ്ട, ചിലപ്പോൾ ചാവും ഇങ്ങോട്ട്. തെങ്ങ് കണ്ടില്ല, തെങ്ങ് ഉള്ളത് നമ്മൾ കണ്ടില്ല ഗൈസ്. അപ്പോൾ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബിൻദാസിനെ DM മെസ്സേജ് അയക്കാം. ഇതാണ് കേൾക്കണ്ടോ. അപ്പോൾ ഇതല്ലേ ടോപ്പിക്ക്. അടുത്ത് നമ്മൾ നമ്മുടെ അമ്മായിക്ക് അടിച്ചാക്കാണോ ഈ കൊണ്ടുപോകുന്നത്? പഠിക്കുന്ന കുട്ടികൾ കുറച്ച് ബുക്കുകളൊക്കെ കൊടുക്കണം. കണ്ണൊക്കെ പോയി, കണ്ണ് ചുട്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ അമ്മായിക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം. ഓക്കെ, നമ്മളൊരു 5ാമത്തെ തൊട്ടില് പറയും. അപ്പോൾ ഇത് നമ്മൾ 4ാമത്തെ തൊട്ടാണെന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ. കുഴപ്പമില്ല, ഒന്നുകൂടി പറഞ്ഞാൽ മതി. ഇനി ഇവിടെ സത്യം വരുമ്പോ സത്യം പറഞ്ഞ ഞാന് യൂട്യൂബില് ഞാൻ പറയുമ്പോഴാണ് അത് ഡയലോഗ് ആവണത്. അപ്പോൾ നേരെ നമ്മള് അമ്മായിക്ക് എന്താണ് സർപ്രൈസ് കൊടുക്കാൻ പോണ്. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയി കാണാം കേട്ടോ. ബൈ. ക്യാമറ പിടിച്ചിട്ട് തന്നെ ഇരിക്കുക, ഒന്നും അറിയാത്തവരെ കളിച്ചിരിക്കുക. ഒന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല ചെരിച്ച് പിടിച്ചിട്ട് ഇതാക്കാട്ടെ. ഈ സോഫയിൽ ഇരിക്കണ്ട, കസാര വരുന്ന അങ്ങോട്ട് ആ ടീവിടെ തിരിഞ്ഞാൽ മതി. എവിടെ പോയി? അമ്മായിയെ നമുക്ക് ചാലോ. നമുക്ക് ചാലോ.
നമ്മളെ കുറച്ച് ശരിയായിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടോ? ക്യാമറമാൻ ഇല്ല അവിടെ. ഈ പൊട്ടൻ മണ്ടപ്പം മാറി മാറി കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, കേക്ക് കട്ടിങ്. കേക്ക് കട്ടിങ് അതൊക്കെ എടുക്കാൻ അങ്ങനെ നമ്മുടെ പിറന്നാളായിട്ട് നമ്മളെല്ലാരും കണ്ടോ കേക്ക് കണ്ടോ? ഇത് വേണ്ടോ ഇനി വല്ല പടക്കം വാങ്ങാം. ഇവിടുന്ന് മുറിക്കാൻ വന്നാലേ അല്ല ഉള്ളിൽ മുറിക്കാം. ലൈറ്റ് ഇടാം, ഉള്ളിൽ മുറിക്കാം. ഓഫ് ആക്കണ്ടോ? ഇതൊക്കെ തല ആരുടെ ഹാപ്പി ബർത്ത്ഡേ മധു. എല്ലാരും ശിവൻ ഇങ്ങോട്ട് വേടാ. നമ്മളിതാ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മായി, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല വെക്കാൻ പറ്റും. ഫോണാണല്ലോ നേരെ പോണോ? പിന്നെ ഞാൻ കാര്യം പറയാം, കേക്ക് ആരും മുറിച്ച് കഴിക്കേണ്ട ഷുഗറാണ്. ഞാൻ മാത്രം കഴിച്ചോണ്ട് കേട്ടോ. പിറന്നാളിന്റെ മുഖത്തേക്ക് പൊട്ടി വെച്ചെടുക്ക എന്ത് അല്ലല്ല അത് പൊട്ടിട്ട് വെച്ചേ കപ്പും. ഈ സംഭവമൊക്കെ ചെയ്തതാരൊക്കെ അറിയോ? ഇവരാട്ടോ സംഭവം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ശിവ ഞാൻ വീട്ടിൽ. ഞങ്ങളിവിടെ പ്ലാനിങ് വേറെ ആയിരുന്നു. വിഷ്ണു, സബിൻ, മേഹലാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോ എല്ലാവർക്കും ഒരുത്ത മുഖത്തേക്ക് പിടിച്ചെടുക്കുക. അല്ല അതെന്താന്ന് വെച്ചാ അല്ലല്ല ഇത് കേക്ക് കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ കഴുത്തിന് എന്തോ പക്ഷെ എല്ലാരും പൊട്ടിക്കണ്ടേ. അപ്പൊ അല്ല ഞാനതല്ല ക്യാമറ. അപ്പോ പൊട്ടിച്ചത് തിരിഞ്ഞിട്ടൊന്നുമില്ല, എന്തോ ബാക്കിൽ വന്ന് പൊട്ടി. തിരിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കട സാധനം എൻ്റെ എല്ലാ കൂട്ടുകാരൻ്റെ മറന്നു വെച്ചതാണ് കേട്ടോ. ക്ലാസ്സിലെ കുട്ടിയുടെ. അപ്പൊ നമ്മളില്ലേ ഇനി നമ്മുടെ കുറെ വ്ളോഗുകൾ ഇതേപോലെ നല്ല നല്ല വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, കേക്ക് കഴിക്കാം. ബാക്കി കേക്ക് കഴിക്കാൻ പോവാണ്. ഇതിലൊരു കേക്ക്, 2 കേക്ക് കാണിക്കണം. ഒന്ന് എന്നെ കാണിച്ചു. ഈ കേക്ക് കുറച്ച് ചെറിയ കേക്കാണ് ഇടയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് കഴിക്കാറുണ്ട്. കേക്ക് എനിക്ക് തിങ്ങനെ ഇഷ്ടമല്ല. കേക്കിന്റെ ആളല്ല. ഞാൻ എന്താ പ്ലാൻ കേക്കിന്റെ ആളല്ല. കേക്ക് ഇങ്ങനെ ആളല്ല.
എല്ലാം പൊളിങ്ങുമെന്ന് പറയാ. പൊളിങ്ങിട്ടൊന്നുമല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വീണാ വിചാരിച്ചില്ല അമ്മായി. ഇനി ഇതിപ്പോ ചാച്ചു മൊത്തം ചാച്ചു ചെയ്യുന്ന പറയണേ. ഇതെല്ലാം ചാച്ചു ചെയ്യുന്ന പറയണേ. മുഖത്തേക്ക് പിടിച്ചാള്. അല്ല ഇതിപ്പോ എന്താന്ന് വെച്ചാ ഇത് സംഭവം എന്റെ തലയായിരുന്നു, പക്ഷെ പൊട്ടിച്ചിട്ടത് എന്റെ ഇതല്ല. ഏയ് എല്ലാവർക്കും ഉണ്ടല്ലോ. ക്യൂ നിക്ക് എല്ലാവർക്കും മാമനും കണ്ടോ? ഇതൊക്കെയാണ് ഈ ചെക്കന്മാരുടെ ഒരുത്തൻ ബോബർ ഓടിച്ചത് തിരിച്ചു പിടിച്ചിട്ടുണ്ടേ ഇങ്ങനെ. ഞാൻ വരച്ചതല്ല, ഇതില്ലേ ഇത് ഞാനാ വരച്ചതല്ല. മറന്നു വെച്ചതാണ് കേട്ടോ. കേക്ക് കഴിക്കാൻ ബാക്കി നമ്മളിനി കേക്ക് കഴിക്കാൻ പോവാണ്. ഇതാണ് ഇതിലൊരു കേക്ക്, 2 കേക്ക് കാണിക്കണ്ട, ഒന്ന് തന്നെ കാണിച്ചു. നമ്മള് ഇത് ഈ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എവിടുത്തേടാ പബ്ലിസിറ്റി വേണ്ടാലേ റോസാപ്പ് വേണ്ട. റോസാപ്പ് ഞാൻ പണ്ടേ ഒഴിവാക്കിയതാ, കാരണം താല്പര്യമില്ല റോസാപ്പ്. ഞാൻ എന്താ പ്ലാൻ അറിയോ, ഷോമായി വന്നിട്ട് പറഞ്ഞിട്ട് അമ്മ താഴ്ത്തി വിളിക്കുക. ഇതൊക്കെ അല്ലേ ഞാൻ ആരും പേടിക്കേണ്ട, ഇതൊക്കെ നമ്മളെ വൃത്തിയാക്കണം. ഇത് വൃത്തിയാക്കാൻ വേറെ ആരും വരില്ല, നമ്മളെ അടിച്ചു വരണം, നമ്മളതൊക്കെ വൃത്തിയാക്കണം. ആർക്കെങ്കിലും ഇതിന്റെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ചാച്ചു ചെയ്ത് പറയണേ. മുഖത്തേക്ക് പിടിച്ചാള്. അല്ല ഇതിപ്പോ എന്താന്ന് വെച്ചാ ഇത് സംഭവം എന്റെ തലയായിരുന്നു, പക്ഷെ പൊട്ടിച്ചിട്ടത് എന്റെ ഇതല്ല. ഞാൻ ഒരു കേക്ക് എടുക്കട്ടെ. എല്ലാവർക്കും ഉണ്ടല്ലോ. ക്യൂ നിക്ക് എല്ലാവർക്കും റെഡ് വെൽവെറ്റാ. മാമനും കണ്ടോ? ഇതൊക്കെയാണ് ഈ ചെക്കന്മാരോടെ കാണിച്ചു ചേർക്കണത്. തോന്നിവാസം അല്ലാണ്ട് എന്താ പറയാ ഇതിനൊക്കെ. 3 വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവനാണ് അതിന്റെ ആള്. അമ്മായിക്ക് ഇപ്പൊ ഒഴിഞ്ഞു പോ. അമ്മ വിളിച്ചിട്ട് തോന്നുന്നു. ഹലോ ഇപ്പൊ വരണോ? കേട്ടോ നമ്മ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ വ്ളോഗ് നമ്മൾ ഇന്ന് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ രാവിലത്തെ വ്ളോഗ് ഒരു സംഭവം ഉണ്ടായി. രാവിലെ പ്രാക്ടീസ് വെച്ചിട്ട് ഒരുത്തനെ 38 ഗോൾ വിളിച്ചിറക്കണം. 38 ഗോൾ ഒരു ഗോൾ എടുത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്ത് കഴിഞ്ഞു വന്നിട്ട് എന്നിട്ട് പ്രാക്ടീസ് വരാണ്ട് അത് ആദ്യം എടുത്ത് വലിച്ചെറിയണം. ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിട്ടോ ദയവ് ചെയ്തിട്ട് കേട്ട് മടുത്തു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇനി നമ്മളിതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. അടുത്തത് നമുക്കിനി ഓണത്തോടനുബന്ധിച്ചുള്ള
തൂക്കൽ മത്സരമുണ്ട്. നമ്മളടുത്ത് കാണുമ്പോൾ പോയിട്ട് വടിവാൾ മീനുണ്ട്. നമ്മൾ ഓണത്തിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇനി തൂക്കൽ മത്സരമുണ്ട്. ഇതൊക്കെ വേഗം വേഗം ജൽദി ജൽദി. അരെ നെഹൽ ഭായ് ജൽദി. ആ അത് കുമ്മാട്ടി. കൂട്ടെ കൂട്ടെ. പിന്നെ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം. ഇതൊക്കെ പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ഇതൊക്കെ വൃത്തിയാക്കാൻ ചിലപ്പോൾ ഞാൻ വീട്ടിലാവും കേട്ടോ. പക്ഷെ മുഖത്തേക്ക് പൊട്ടിയതെന്ന് മാത്രം. നെഞ്ഞത്തേക്ക് പൊട്ടിയതെന്ന് മാത്രം. ഇനി സ്കാൻ ചെയ്യാൻ ആട്ടത് കണ്ടല്ലോ ഇവിടെ അറിയുമ്പോൾ അമ്മ സത്യം പറഞ്ഞ തല എന്റെ ആയിരുന്നു. അതെ അതെ തലതാ സൂപ്പറായില്ലേ? എടാ സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. ഗൈസ് നമ്മള് ഒരുത്തനോട് അറിയാണ്ട് ക്യാമറ എടുക്കാൻ പറഞ്ഞിട്ട് ഒരുത്ത ഇവിടെ അമ്മായി ഇങ്ങനെ വിളിച്ചിട്ട് അമ്മയടുത്ത് ഞങ്ങൾ പ്ലാൻ നടന്നു. അമ്മ ആദ്യം നടന്നു വരുമ്പോ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇത് പൊട്ടിക്കാൻ നടന്നു. അപ്പൊ ഒരുത്തൻ ക്യാമറ പിടിച്ചിരുന്നവർക്കാണ് എങ്ങനെ അറിയാം അമ്മ വരികയാണെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറയാം. ഇവ മറ്റേ ഇവ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ നോക്കി സംഭവം അറിയാം. അമ്മായി അവിടുന്ന് വരുന്നുണ്ട് നോക്കായിരുന്നു. ഇപ്പന്മാരെ അവിടെ കണ്ടിട്ടേ അതല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമ്മായി ഇവിടുത്തെ ഞാൻ ഇവിടെ കണ്ടതിന് അമ്മായി വരുന്നുണ്ട് നോക്കിയതായിരുന്നു ഞാന്. അപ്പൊ ഇയാള് രണ്ടാള് രണ്ട് പപ്പറും ഒരു കേക്കും വേണ്ടി രണ്ടാളെ ഉള്ളിൽ നിന്നിട്ട് കഴിക്കാൻ മുമ്പോട്ട് ഞാനേ നിങ്ങള് എന്താ പോലീസിനെ വിളിച്ചിട്ട് ആളെ കൂട്ടിട്ട് അവിടെ ഞാൻ ഗ്രൗണ്ടിൽ കാണും. അച്ഛന്റെ കോളേജ് മൊത്തം അച്ചടിച്ചു. അത് പാർട്ട് ടൈം ജോബാ. മൂവി തിന്നുമ്പോ എന്താ കുനിഞ്ഞടിക്കേ സബിയ ഞാനും ലുട്ടാപ്പി എത്ര വട്ടം എന്താ ചെയ്യാൻ നമ്മളെല്ലാരും ഇല്ലേ, നമ്മളെല്ലാരും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മൾക്ക് സ്നേഹം തരുന്ന ആൾക്കാർക്ക് നമ്മൾ തിരിച്ച് സ്നേഹം കൊടുക്കുക. എല്ലാവർക്കും ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. രണ്ടോട്ടം മുന്നേ പറഞ്ഞാണ്. പക്ഷെ അത് എന്താ സ്റ്റോറിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കണ്ടന്റ് മാത്രം. അമ്മയുടെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ തമാശയില്ലട്ടോ. ഈ കാല് വാരി അടിക്കുക അല്ല ഞങ്ങല്ല കാല് വാരി അടിക്കലല്ല അത്. മറ്റേ എനിക്ക് അമ്മളെന്താ ഓർമ്മയുണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ എല്ലാവരും കൂടെ ഒപ്പം എന്തുകൊണ്ട് ബാറ്റിംഗ് ചെയ്യുമ്പോ റൺഔട്ട് ആവുന്നു? ഞാൻ എന്റെ മോതിക്ക് പൊട്ടിക്കുന്ന വിചാരിച്ചേ നിങ്ങളുടെ മോദിന്ന് അത് പൊട്ടിക്കാണ്ട് ബാക്കിലുള്ള അങ്ങനെ എന്റെ കോസ്റ്റ്യൂം ശരിയില്ല എനിക്ക് അറിയാം. പക്ഷെ സോറി ആ കൂളിംഗ് ഗ്ലാസ്സിൽ വീണു എല്ലാരും. അതെ നമ്മളെന്താറിയോ നമ്മള് സോറി ഗൈസ് അത് ഇന്ത്യയാണ്, ഇന്ത്യ അല്ല എന്റെ ആക്ച്വലി ഞങ്ങള് വീട്ടില് സുശീല അവർകൾ സത്യം പറയാലോ അമ്മയുടെ കേക്ക് ഇത് മറ്റേ ആളില്ലേ അതല്ല എന്താ മറ്റേ കൽപ്പിൽക്കാരുടെ അപ്പൂപ്പന്റെ അമ്മയുടെ ചാച്ചുമാമൻ പറയുന്നുണ്ട് കേക്ക് എല്ലാരും.
നേഹലിന് ഇതിലൊരു ഫ്യൂച്ചർ ഗൈസ് ഞാനിപ്പോ ഓ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു നിക്ക് നിക്ക് നിക്ക്. ചെക്ക പാവം ചെക്ക അടിച്ചു നോക്കട്ടെ എടാ, അതൊന്നും vlog ല് vlog ല്. ഏയ് 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 ആ പാർട്ടി ഏയ് 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 നിങ്ങളുടെ വിഷ്ണു 10 തൊട്ടേ എന്തോ പറയണോ പാത്രം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടാണോ നമ്മളിതില്ലേ ഇന്നലെ രാത്രി ശരിക്കും പ്ലാൻ ചെയ്തത് 12 മണിക്ക് മുറിക്കാന്ന്. പക്ഷെ അപ്പൊ അച്ഛൻ്റെ നല്ല അടി ഞങ്ങള് മുൻകൂട്ടി കണ്ടു എല്ലാം. കേക്ക് മുറിക്കും ചെയ്യും, പക്ഷെ ഒപ്പം ഞങ്ങളെ മുറിക്കും, എന്നിട്ട് ഇവിടെ വരെ നിർത്തിയിടും. അപ്പൊ അതിന് നിക്കണ്ടാച്ച് ഞങ്ങളെ പ്ലാന് മാറ്റി വേണ്ട വീട്ടുകാർക്ക് ഓരോരോ ഇങ്ങനെ വിളിച്ചു പറയും, ഹലോ എന്താ ഹലോ സബിയുടെ വീടല്ലേ, സബിനെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പിന്നെ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോ ഒഴുകി, അപ്പൊ അതുകൊണ്ടൊന്നും നടന്നില്ല. പിന്നെ വെയ്യാറുന്നു ഇന്നലെ. അപ്പൊ അങ്ങനെ അപ്പൊ അംഗീകാരം എന്തൊരു കഷ്ടപ്പെടല്ലേ. അപ്പൊ എന്താ നമ്മളിന്നത് പ്ലാൻ ചെയ്തു, അത് വളരെ നല്ല രീതിക്ക് ചെയ്തു കൊടുത്തു. പക്ഷെ പോപ്പർ പൊട്ടിയില്ല, അതിന്റെ ഒരു നല്ലൊരു വിഷമം. പൊട്ടിയത് കാണുന്നുണ്ടോ? ഈ കാണുന്നത് അല്ല ശരിക്കും പൊട്ടിച്ചു. പക്ഷെ എന്താ അറിയോ, പോപ്പറിന്റെ മിസ്റ്റേക്ക് വന്നു. ഇത് ഇങ്ങടെ ഇങ്ങടെ പൊട്ടിയത്. അത് കണ്ടോ, അവൻ എന്താ അറിയോ, നിരാശ കാമുകന്റെ അവൻ നിരാശ കാമുകനല്ല. ചാച്ചി എന്തോ അടിച്ചോര് തുടക്കിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും നമ്മളെ ബന്ധപ്പെടുക. നമ്മുടെ ടീം 89 അടിച്ചുവാരി ഗാങ് കൂലിപ്പണി രാജ ബന്ധപ്പെടാൻ ഇതൊന്നും കൂടെ ഡിലീറ്റ് ഇത് കട്ട് ചെയ്യൂട്ടോ, ഇത് കട്ട് ചെയ്യും, പേടിക്കണ്ട, കട്ട് ചെയ്യുന്നത് പറയണ കട്ട് ചെയ്യുന്നു. മീശല്ലേ ഷേവ് ചെയ്തുള്ളൂ, ഇന്നോട് ഞാൻ ഷേവ് ചെയ്തോ. അല്ല മുഖം ആകെ ശരിക്കും അതൊക്കെ എടുക്കാറുന്നില്ലേ. ശരിക്കും എന്താ പാട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് പൊരിഞ്ഞിട്ടേ ഇത് ഇങ്ങോട്ട് പൊരിയ എന്താ ചക്ക കൂട്ടാനാണല്ലോ. ഞാനും ശിവി ഇവിടെ 12 മണിക്ക് കാത്തിരിക്കണെങ്കിൽ ഞങ്ങൾ 2 ഉറക്കം ഞങ്ങൾ 2 ഉറക്കം ഉറങ്ങി കഴിഞ്ഞിട്ടില്ലേ, ഫുഡൊക്കെ കഴിച്ചോണ്ടിരുന്നിട്ട് ഇവരെ കാണാനില്ല. 2:30 ഞാനും ഉറങ്ങി. 3:30 അവര് വന്ന് ഇതെന്റെ അമ്മയാണ്. അമ്മ വന്നൊരു ഇത് നമ്മുടെ അമ്മടി ചേച്ചിയാണ് കേട്ടോ. കണ്ടോ ഈ അമ്മണിയുടെ വന്നിരിക്കാം. ഇത് പകുതി മുക്കാലടിച്ചത് ഞാനാണ്. പിന്നെ ഇവർക്ക് ക്യാമറ വീഡിയോ എടുത്ത് കൊടുക്കണം, ഇവർക്ക് സീന് കാണാൻ പറഞ്ഞപ്പോ ഞാനത് പിടിച്ചതാട്ടോ. തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോഴാ കേട്ടോ അമ്മേ, ഞാൻ എപ്പോഴാ രാവിലെ അമ്മ ഞാൻ വീട്ടിൽ എപ്പോഴാ മെയിനായിട്ട് നമ്മളെന്ത് ചെയ്യണമെന്നറിയോ, നമ്മള് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുക. 2-3 വട്ടം പറഞ്ഞു. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മളെ മനസ്സിലാക്കാത്തവരെ മനസ്സിലാക്കും വിചാരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക, അല്ലാതെ ഈ വെറുതെ തമ്മിൽ ഒരു ഈഗോ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ അടിയും പിടിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കണ്ട. ക്യാമറയിൽ ഇല്ല, എന്നാലും ബാക്കിൽ അത് ശരിയാണ്. നമ്മളെ ഞാൻ പറയണെന്നറിയോ, അതന്നെയാണ്. പോയി ഇങ്ങനെ ഒന്നുമില്ല. നമ്മള് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ ഇത് പറയും ഞാൻ പറഞ്ഞ വെച്ചാ കല്യാൺ സിൽസിൽ ആഡിസായി ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാം. ഇപ്പൊ എനിക്ക് എപ്പോഴും കിട്ടും. അപ്പോ നമ്മുടെ അമ്മയ്ക്ക് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തും. അപ്പോൾ നല്ല നല്ല കണ്ടന്റുകളായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി കാണുക, വാച്ച് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നല്ലൊരു വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ബൈ.